ശ്രീലക്ഷ്മി നോക്കൊപ്പം ചേരുന്നുണ്ട്. പരിക്കേറ്റ ദിപിന്റെ ഭാര്യയാണ് ശ്രീമതി ശ്രീലക്ഷ്മി. ഇപ്പോൾ രാവിലെ സംസാരിക്കുമ്പോൾ കേട്ടിരുന്നു എത്രത്തോളം വലിയ മാരകമായ പരിക്കാണ് ഈ രണ്ടു പേർക്കും പറ്റിയത് എന്ന്. ഇപ്പോൾ മിതർമല സ്വദേശിയാണ്. ഈ തിരുവനന്തപുരത്ത് നടന്ന അക്രമവുമായി ബന്ധപ്പെട്ട് പല ആളുകളും അവിടുത്തെ പ്രാദേശിക പൊതുപ്രവർത്തകർ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ അപകടം എന്ന പോലീസിന്റെ ഭാഗത്തെ തള്ളാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പറയാൻ കഴിയുക? എങ്ങനെയാണ് ഇവരെ പോലീസ് ആക്രമിച്ചതാണ് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുക? സാർ, ഈ അപകടം എന്ന് പറയുമ്പോൾ സാധാരണ നിലയിൽ ഒരു ബൈക്ക് ആക്സിഡൻറ്റ് എന്ന് പറയുമ്പോൾ ഈ പൊട്ടലുണ്ടാവുന്ന ഭാഗത്ത് എന്തെങ്കിലും മുറിവുണ്ടാവണം. പുള്ളിക്കാരൻ്റെ താടിയെല്ല് പൊട്ടിയിട്ടുണ്ട്. താടിയെല്ല് പൊട്ടുമ്പോൾ അവിടെ ഈ വണ്ടി അപകടം, അതായത് ബാരിക്കേഡിൽ ഇടിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ബാരിക്കേഡിൽ ഇടിക്കുമ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഇടിക്കുന്നത്. അവിടെ എന്തുകൊണ്ടൊരു മുറിവ് വന്നില്ല? കൈക്ക് പൊട്ടലുണ്ട്. ബാരിക്കേഡിലാണ് ഈ സംഭവം ചെന്ന് ഇടിക്കുന്നത്. നമ്മളെ ചാറ്റ് ഷീറ്റിൽ എഴുതിയിട്ടുണ്ട് ബൈക്ക് വേഴ്സസ് ബാരിക്കേഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ കൈ അത്രയും ഹാർഷായിട്ട് ഇടിക്കുന്നെങ്കിൽ അവിടെ പൊട്ടലിൻ്റെ ഒപ്പം ഒരു മാരകമായിട്ടുള്ളൊരു മുറിവ് വരണമല്ലോ. അവിടെ എന്തുകൊണ്ട് ഒരു മുറിവ് വന്നില്ല? പിന്നെ ഈ രണ്ടു പേർക്ക് അപകടം പറ്റി ആ രണ്ട് വ്യക്തികൾ പറയുന്നുണ്ട്, ഒരിക്കലും ഒരു നിലയിലിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ പേർക്ക് ഇങ്ങനെ ഒരു ഹോസ്പിറ്റലൈസിൽ കിടന്നും കൊണ്ട് അവരാണ് ഞങ്ങളെ അടിച്ചിട്ടത് എന്നൊരു കള്ളക്കഥ മെനയേണ്ട കാര്യം അവർക്കില്ല. അവരത്രയും ക്രിട്ടിക്കലായിട്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ് ഇത് പറയുന്നത്. വലിയ സാമ്പത്തിക സ്ഥിതിയുള്ളവരോ അല്ലെങ്കിൽ വലിയ നിലകളിലുള്ളവരോ ഒന്നുമല്ല, സാധാരണ ആൾക്കാരാണ്. ആ ആൾക്കാർക്ക് ഇത്രയും മേൽത്തട്ടിയിരിക്കുന്ന പോലീസുകാർ വന്ന് ആക്രമിച്ചു എന്ന് പറയേണ്ട ഒരു കള്ളത്തരം ഇല്ല. അതിലും വലിയ തെളിവാണ് അവരുടെ ബോഡി പാർട്സിൽ ഉണ്ടായിരിക്കുന്ന ഓരോ പൊട്ടലും മറ്റുള്ള മാരകമായിട്ടുള്ള ഇതും. ഈ വണ്ടി നിടിച്ചെങ്കിൽ പുള്ളിക്കാരൻ്റെ രണ്ട് ചെവിക്ക് എങ്ങനെ പൊട്ടൽ വരും? ഇതെല്ലാം ഹോസ്പിറ്റലിലെ റെക്കോർഡ്സിലുള്ളതാണ്. അപ്പൊ ഇതൊക്കെ കൊണ്ട് നമുക്കിതൊരു വാഹന അപകടമാണ് എന്ന് ഈ പോലീസുകാർക്ക് എഴുതി അങ്ങ് തള്ളി വെക്കാൻ പറ്റുമോ? പ്രധാനപ്പെട്ട ചോദ്യമാണ് ശ്രീലക്ഷ്മി ചോദിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. രാവിലെ ശ്രീലക്ഷ്മി സംസാരിക്കുന്നതും കേട്ടിരുന്നു. ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് തേടി. ഫോർട്ട് പോലീസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ ഇത് വാഹനാപകടം ആണ് എന്ന തരത്തിലാണ് റിപ്പോർട്ട് കൊടുത്തത്. അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കേണ്ടി വരുന്നത്. ഇനി ഇവരുടെ പരിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവിടുത്തെ ഡോക്ടർമാരുമായി സംസാരിക്കുമ്പോൾ അവരുടെ പരിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഡോക്ടർമാരുമായി സംസാരിക്കുമ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? ഈ രണ്ട് ചെവിക്കും പരിക്കേറ്റു, അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇപ്പോൾ ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെ രണ്ട് ചെവിക്കും പരിക്ക് പറ്റുക എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ഡോക്ടർമാരുമായി സംസാരിക്കുമ്പോൾ എന്ത് പറ്റിയെന്നാണ് അവർക്ക് മനസ്സിലാകുന്നത്. അതെ സാർ, ഇന്നലെ ENT ഡോക്ടർ വന്ന് ചെവിയുടെ കൺസൾട്ടേഷൻ നോക്കിയപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ കണ്ണ് നല്ല പോലെ അടയുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചപ്പോഴാണ് പറയുന്നത് രണ്ട് ചെവിക്കും തലയോടുമായി ബന്ധിപ്പിക്കുന്ന എല്ലിൻ്റെ രണ്ട് ചെവിക്കും പൊട്ടലുണ്ട്, അതുകൊണ്ടാണ് കണ്ണിന് അടവിന് പ്രശ്നം വരുന്നതെന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ എന്ത് രണ്ട് ചെവി അപ്പുറം ഇപ്പുറം വന്ന് ഇടിച്ചാ? ഇടതുവശത്താണ് വണ്ടിക്ക് പരുക്കുള്ളത്, ഇവരുടേത് വലതുവശത്താണ് ഏറ്റവും കൂടുതൽ ഇഞ്ചുറി ഉള്ളത്. അതുപോലെ തന്നെ രണ്ട് ചെവിക്ക് എങ്ങനെ പറ്റും പൊട്ടൽ? എങ്ങനെ പറ്റും? പോലീസ് ഒന്നും ചെയ്യാതെ പൊട്ടൽ പറ്റുമോ? അത് വെറും ഒരു വണ്ടി എന്നൊരു ബാരിക്കേഡിൽ ഇടിക്കുമ്പോൾ ചെവിക്ക് അങ്ങ് പൊട്ടൽ പറ്റുമോ? ഈ പറയുന്ന താടിയിൽ നല്ല ഹാർഷായിട്ടാണ് പൊട്ടിയിരിക്കുന്നത്. ആ സൈഡിലൊരു പല്ലാണ് വളഞ്ഞ് മാറി നിന്നത്. അപ്പൊ അതെങ്ങനെ? അവിടെ ഒരു മുറിവ് പറ്റണ്ടേ? ഇത്രയും ബാരിക്കേഡിൽ ഇത്ര സ്ട്രോങ് ആയിട്ട് അടിക്കുമ്പോൾ അവിടെ ഒരു മുറിവ് പറ്റണ്ടേ? അപ്പൊ ഇതൊരു വാഹനം അപകടമാണ് എന്നുള്ള രീതിയിൽ അങ്ങ് എഴുതി വെച്ചാൽ മതിയാവോ? ബൈക്ക് വേഴ്സസ് ബാരിക്കേഡ്. അപ്പൊ ഇത്രയും പരിക്കേ ഉള്ളൂ ഒരു ബാരിക്കേഡിൽ ഇടിക്കുമ്പോ? ഇത്രയും മുറിവുകളെ ശരീരത്തിൽ ഉണ്ടാവുള്ളൂ? അപ്പൊ ഇതെല്ലാം അതിൻ്റെതായ രീതിയിലുള്ള ഒരു അന്വേഷണം ഇതിന് നടത്തണം. എങ്കിലേ ഇതിന്റെ പിന്നിലുള്ള എന്താണ് സത്യാവസ്ഥ എന്ന് പുറത്ത് വരത്തുള്ളൂ. ഇവര് വെറും ഒരു വാഹന അപകടമാണെന്ന് പറഞ്ഞ് ഇത് എഴുതി അങ്ങ് തള്ളിയ ഇത്രയും കിടന്ന് ഈ എന്റെ ഹസ്ബൻഡ് ഇത്രയും കിടന്ന് അവിടെ കിടന്ന് അനുഭവിക്കുന്നത്. ഞങ്ങൾ വലിയ സാമ്പത്തിക സ്ഥിതി ഉള്ളവരൊന്നും അല്ല, അദ്ദേഹത്തിന്റെ വരുമാനത്തിലാണ് മുന്നോട്ട് ജീവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇയാൾ ഇങ്ങനെ കിടന്നു പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളുടെ കുടുംബം നോക്കും? രണ്ട് കുഞ്ഞുങ്ങളാണുള്ള 3 വയസ്സുള്ള ഇരട്ട കുട്ടികളാണ് എനിക്കുള്ളത്. ഇപ്പൊ കുറെ പേര് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ കുറെ ആൾക്കാർ കമന്റ്സ് ഇടുന്നുണ്ട്, പോലീസുകാർ വണ്ടി കാണിച്ചിട്ട് ഇവര് നിർത്തിയില്ല. അവർ കൊലക്കുറ്റമല്ല ചെയ്തത്. ഇവിടെ ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ചെയ്യുന്നത് പോലെ മദ്യപിച്ചിരുന്നു. അപ്പൊ പോലീസ് കൈ കാണിച്ചപ്പോ പേടിച്ചിട്ടാവാം, അവരുടെ അപ്പോഴത്തെ ആ ഒരു മൈൻഡ് ആവാം, അവർ വണ്ടി നിർത്തിയില്ല.
അതിന് അവരുടെ വണ്ടി നമ്പർ നോക്കിയിട്ട് അതിനുള്ള നടപടി അവരെടുക്കണമായിരുന്നു. അവരെ ചേസ് ചെയ്ത് പോയി അവരെ ഇടിച്ചിട്ട് അവരെ ഇത്ര മാരകമായിട്ട് അടിച്ചോടിച്ച് ഇവിടെ കൊണ്ടിടയല്ല പോലീസുകാർ ചെയ്യേണ്ടത്. ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു അന്വേഷണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫോർട്ട് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ എന്റെ കൊച്ചുങ്ങളുടെയും ജഡത്തിന് ഈ പോലീസുകാരും ഇവിടെയുള്ള നിയമപാലകരും ഉത്തരം പറയേണ്ടി വരും. കാരണം അത്രയ്ക്ക് ഞാൻ നൊന്താണ് പറയുന്നത്. എന്റെ വേദന എനിക്ക് മാത്രം, ഈ പറയുന്ന നാട്ടുകാർക്കോ ഈ ന്യൂസ് എടുക്കുന്ന ആൾക്കാർക്കോ ആർക്കും ചിലപ്പോൾ മനസ്സിലായി, ഇത് കേൾക്കുന്ന ആർക്കും മനസ്സിലായെന്ന് വരത്തില്ല. ഇത് എന്റെ വേദനയാണ്, എന്റെ വേദനയാണ്. എനിക്ക് എന്റെ 2 കൊച്ചുങ്ങളുടെ എന്റെയും വേദനയാണ്. ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു അന്വേഷണം കിട്ടി ഈ തെറ്റ് ചെയ്തവർക്കുള്ള ശിക്ഷ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ വന്ന് ആത്മഹത്യ ചെയ്യും എന്റെ കൊച്ചുങ്ങളെ കൊണ്ട്. അതിന് ഈ ഇവിടെയുള്ള നിയമവ്യവസ്ഥകൾ ഉത്തരം തരേണ്ടി വരും. ഇതൊരു വാഹന അപകടമാണെന്നും പറഞ്ഞ് എഴുതിത്തള്ള ഇവിടെ ആരും നിൽക്കണ്ട. അത് നടക്കൂല, അത് നടക്കൂല. ഇനി നിങ്ങൾ എന്തൊക്കെ കള്ളക്കഥകൾ മെനഞ്ഞാലും ഇതൊരു വാഹന അപകടമല്ല. ഇനി നിങ്ങൾ ഇനി ഓരോ കള്ളക്കഥകൾ ഉണ്ടാക്ക്. പോലീസുകാരുടെ സ്ഥിരം പരിപാടിയാണല്ലോ കള്ളക്കഥകൾ ഉണ്ടാക്ക്. പക്ഷെ എത്ര കള്ളക്കഥകൾ ഉണ്ടാക്കിയാലും ഇതിന് എന്തെങ്കിലും ഒരു അന്വേഷണത്തിലൂടെ ഇതിനെന്തെങ്കിലും ഒരു ഇത് കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ കിടക്കുന്നതിന് മാത്രം നിങ്ങൾ ഉത്തരം പറയില്ല. ആത്മഹത്യ ഞാൻ വെറുതെ പറയുന്നതല്ല. ഇതിന് കറക്റ്റ് ഒരു അന്വേഷണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 2 പിഞ്ച് കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ അവിടെ വന്ന് ഞാൻ ചെയ്യേണ്ടത് ചെയ്യും. അതിനും കൂടെ ഈ മേലുദ്യോഗസ്ഥരും ഈ പറയുന്ന നിയമപാലകരും ഉത്തരം തരേണ്ടി വരും. മനസ്സിലായോ? അത്രയ്ക്ക് നൊന്താണ് ഞാൻ സംസാരിക്കുന്നത്, അത്രയ്ക്ക് നൊന്ത്. എന്റെ ഭർത്താവ് എന്റെ കൺമുന്നിൽ കിടന്ന് അയ്യോ അയ്യോ എന്ന് കിടന്ന് ആ വേദന കൊണ്ട് പൊളയണത് ഞാൻ മാത്രമാണ് കാണുന്നത്. ഈ പറയുന്ന നാട്ടുകാരും ആരും അല്ല. ഈ ജനങ്ങൾക്കൊന്നും അറിയണ്ട, സപ്പോർട്ട് ചെയ്യണ്ട. എന്തിന് അവരെന്തോ തെറ്റ് ചെയ്തിട്ടാണ് വണ്ടി നിർത്താതെ പോയത്? എന്ത് തെറ്റ് ചെയ്ത്? ആരെ കൊന്ന്? അല്ലെങ്കിൽ എന്ത് കഞ്ചാവ് ഒളിപ്പിച്ചുകൊണ്ട് പോയാ? അങ്ങനെയൊന്നും ചെയ്തില്ല. ഇവിടെയുള്ള നിയമം കൊടുക്കുന്ന മദ്യം കുറച്ച് കഴിച്ചിരുന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് അവര് നിർത്തിയില്ല. ഈ പറയുന്ന ആൾക്കാരും ജനങ്ങളും പോലീസുകാരും ആരും കുടിക്കത്തില്ലേ, മദ്യപിക്കത്തില്ലേ? എല്ലാരും 100% ആണോ? എല്ലാരും 100% ശരിയായിട്ടുള്ളവരാണോ നമ്മുടെ ഈ സമൂഹത്തിലുള്ളത്? അതിന് എങ്കിൽ അവർ വണ്ടിയുടെ നമ്പർ എടുത്തിട്ട് അതിനുള്ള നിയമം ചെയ്യണം, പെറ്റി അടിക്കണം, അല്ലെങ്കിൽ വീട്ടിൽ വരണം. അല്ലാതെ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് ഓടിച്ച് ഇങ്ങനെ ഈ കൊല ചെയ്ത് ഇടേണ്ട കാര്യമില്ല. എൻ്റെ ഭർത്താവിന് കൈയുടെ പൊട്ടലിന് ഇന്നത്തെ ഡോക്ടർ വന്നിട്ടുള്ള വിസിറ്റാണ്. എൻ്റെ ഭർത്താവിൻ്റെ കൈയുടെ പൊട്ടലിന് സർജറി ചെയ്യത്തില്ല. കാരണം ഹെഡ് ഇഞ്ചുറിയും ബ്ലീഡിങ്ങും നെഞ്ചിനകത്ത് ഫ്ലൂയിഡും കെട്ടിക്കിടക്കുന്നത് കൊണ്ട് അയാൾക്ക് അനസ്തേഷ്യ കൊടുത്ത കോമയിലായി പോവും. അപ്പൊ എത്ര മാസങ്ങളോളം ഇയാൾ വേദന സഹിച്ചിങ്ങനെ കിടക്കണോ ഈ ക്രൂരകൃത്യത്തിന്? അപ്പൊ അത്രയും മാസം ഞാൻ ഇങ്ങനെ കണ്ടോണ്ടിരിക്കണോ എന്റെ ഭർത്താവ് എന്റെ മുന്നിൽ കിടന്ന് കരഞ്ഞോണ്ടിരിക്കണത്? ഈ പറയുന്ന ഈ ചെയ്തവർക്കൊന്നും കുടുംബം ഇല്ലേ, മക്കളില്ലേ? ഇവരൊന്നും ഒരു കുടുംബത്തിലുള്ളവരല്ലേ? അവരവരെ കുടുംബത്തിലുണ്ടാവുമ്പോഴേ അവർക്ക് അതിന്റെ വേദന അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് കറക്റ്റ് ആയിട്ടുള്ള ഇനി എന്ത് കള്ളക്കഥ ഇതിന്റെ പിറകെ മെനഞ്ഞാലും ഈ അടിച്ചൊടിച്ചിട്ടതിന് ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ശിക്ഷ അവർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കള്ളം പറയണതല്ല, ഞാൻ ആത്മഹത്യ ചെയ്തിരിക്കും അവിടെ വന്ന്. ഒറ്റയ്ക്കല്ല, എന്റെ കൊച്ചുങ്ങളെയും കൊണ്ട്. ശ്രീലക്ഷ്മി, വളരെ ഗൗരവമുള്ള വിഷയമാണ്, വൈകാരികമാണ്. ഇപ്പോൾ ശ്രീലക്ഷ്മിയുടെ വേദന അത് കണ്ടു നിൽക്കുന്ന പ്രേക്ഷകർക്ക് എനിക്കും ഉണ്ടാവണമെന്നില്ല. പക്ഷേങ്കിലും സമാനമായ സാഹചര്യം നമുക്കൊക്കെ ഊഹിക്കാൻ കഴിയുന്നേ ഉള്ളൂ നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചാൽ എന്താണ് എന്നത്. അപ്പോൾ പോലീസ് പറയുന്നത് അപകടമാണ്, അതല്ല എന്നതിന് ഉറച്ച തെളിവും ഒരു നിമിഷം അതല്ല എന്നതിന്റെ ഉറച്ച തെളിവോടുകൂടി ബോധ്യത്തോടു കൂടിയാണല്ലോ, അല്ലെങ്കിൽ ഇത്രയും നേരം ഈ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുകയും ഇല്ലല്ലോ. ഒരു കാര്യം കൂടി, ആദ്യഘട്ടത്തിൽ അപകടമാണ് എന്ന തരത്തിലാണ് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. നല്ല ബോധം നല്ല ബോധം അവർക്കുണ്ടായിരുന്നില്ല. ഈ ബോധം വന്നപ്പോൾ ഈ സംഭവത്തെ കുറിച്ച് അവർ പറഞ്ഞത് എന്തെല്ലാമാണ്? പോലീസിന്റെ ആക്രമണം എങ്ങനെ ഉണ്ടായി എന്നാണ് അവർ പറയുന്നത്? പോലീസിന്റെ അക്രമം ഇവർ വണ്ടിയും കൊണ്ട് പോയപ്പോൾ ഇവർ പെട്രോളിങ്ങിന് നിൽക്കുകയായിരുന്നു. സാധാരണ രാത്രി പോലീസുകാർ പെട്രോളിങ്ങിനല്ലേ നിൽക്കുന്നത്, അല്ലാതെ അവർ ചുമ്മാ റോഡ് കാണാൻ നിൽക്കത്തില്ലല്ലോ. പെട്രോളിങ്ങിന് നിന്ന് കൈ എങ്ങാണ്ടോ കാണിച്ച് ഇവര് നിർത്തിയില്ല. കാരണം ഇവർ ചെറുതായിട്ട് മദ്യപിച്ചിരുന്നു.
വണ്ടി സ്കിഡായി പോയപ്പോൾ ഇവര് ലാത്തി കൊണ്ട് എറിയാണ് ചെയ്ത് ബാക്കി ഇരുന്ന ആളെ എറിഞ്ഞിട്ട് ഇവരുടെ ജീപ്പ് കൊണ്ട് ചേസ് ചെയ്ത് അവരെ സൈലൻസറിൽ ഇടിച്ച് വണ്ടി മറിക്കുകയാണ് ചെയ്തത്. വണ്ടിയുടെ പരിക്ക് നിങ്ങൾ നോക്കണം, ഇടതുവശത്താണ് പരിക്ക് വണ്ടിയുടെ. ഈ പറയുന്ന 2 വ്യക്തികളുടെയും പരിക്ക് വലതുവശത്താണ്. അതെങ്ങനെ സംഭവിക്കും? എന്നിട്ട് ഈ 2 വ്യക്തികൾ, അതായത് എൻ്റെ ഹസ്ബൻഡും വിശാഖ് എന്ന് പറയുന്നവര് ഇങ്ങനെ ഇടിച്ചിട്ടപ്പോൾ അവർ പ്രതികരിച്ചു. എന്താ സാർ അങ്ങനെ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ തള്ളായിട്ടുണ്ടായിരിക്കാം, നമ്മളവിടെ കാണുന്നില്ല. അതിന്റെ പേരിൽ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് അടിച്ചൊടിച്ചിടോ ഇവരുടെ കയ്യൂക്ക് കാണിക്കാനുള്ളതല്ല സാധാരണ മനുഷ്യര്. ഇവർ ഇത്രയും നാളും ഇരുന്ന് പഠിച്ച വിദ്യാഭ്യാസം നേടി ഇവരൊരു പോലീസിന്റെ ഒരു പൊസിഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നല്ല കാര്യങ്ങൾ ചെയ്യാനാണ്, അല്ലാതെ സാധാരണ ആൾക്കാരെ മെക്കിട്ട് കയറി വന്ന് കൈയും കാലും അടിച്ചൊടിക്കാനല്ല. ഈ പറയുന്ന പോലീസുകാർ കുടിക്കത്തില്ലേ? ഈ മദ്യം ഇവിടെ വിൽക്കുന്നത് ആരാണ്? ഇവിടുത്തെ നിയമം തന്നെ വിൽക്കുന്നത് ഗവൺമെന്റ് ആണ് ഇവിടെ വിൽക്കുന്നത്. അത് ഈ പറയുന്ന എല്ലാ ആൾക്കാരും യൂസ് ചെയ്യുന്ന സാധനമാണ്. അല്ലാതെ കുറെ കമന്റ്സ് ഞാൻ കാണുന്നുണ്ട്, അവര് വണ്ടി നിർത്താതെ പോയത് അവർക്ക് എന്തോ കള്ളത്തരം ഉള്ളത് കൊണ്ടാണ്, അങ്ങനെ ഇങ്ങനെ. എന്ത് കള്ളത്തരം നിങ്ങൾ കണ്ടോണ്ടിരിക്കണ? പറയുന്ന അനാവശ്യങ്ങൾക്ക് പരിധിയുണ്ട്, പറയുന്ന അനാവശ്യങ്ങൾക്ക്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഗൗരവതരമായ ഒരു സംഭവം ഉണ്ടായി. 2 പേർ അവിടെ കിടക്കുകയാണ്. പോലീസിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയോ? ഏതെങ്കിലും ഞാൻ പറഞ്ഞത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ ഇന്നലെ വന്ന് കണ്ടിരുന്നു. ഇന്നും വന്ന് റിപ്പോർട്ട്സ് ഒക്കെ അവർ എഴുതി എടുത്തോണ്ട് പോയിട്ടുണ്ട്. അതിന്റെ ഫർദർ റിപ്പോർട്ട്സ് എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. വന്നു കണ്ടു, അവർ എഴുതി എടുത്തോണ്ട് പോയിട്ടുണ്ട്. അവരുടെ നിഗമനം ബൈക്ക് ആക്സിഡന്റ് ആണോങ്കിൽ അത് എല്ലാവരും അങ്ങനെയല്ലേ പറയത്തുള്ളൂ, ബൈക്ക് ആക്സിഡന്റ് ആണെന്നല്ലേ പറയത്തുള്ളൂ ഇനി. കാരണം ഇങ്ങനെയുള്ള ഒരു തെറ്റ് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇത് അവർ അംഗീകരിക്കുന്ന കാര്യമാണോ? അവർ അംഗീകരിക്കുന്ന കാര്യമല്ല. ചുമ്മാ ഇരിക്കുന്ന എവിടെയോ കിടക്കണ ഈ 2 പേർക്ക് ഇങ്ങനെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ SIയും 2 കോൺസ്റ്റബിളും കൂടെ ഇങ്ങനെ വന്ന് മർദ്ദിച്ചു എന്ന് കള്ളം പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ കഥ പറയാനാണെങ്കിൽ അവർക്ക് എന്ത് മുഖ്യമന്ത്രി വന്ന് അടിച്ചെന്ന് പറഞ്ഞൂടെ? അത്രയ്ക്കെന്ത് മണ്ടന്മാരായി കിടക്കുന്നവര്. അല്ല ശ്രീലക്ഷ്മി, ആദ്യമുണ്ടായൊരു സംശയം, ഇപ്പോൾ ഒരു പോലീസ് വാഹനം കൈകാണിക്കുന്നു, ഇവർ നിർത്തിയില്ല, ഇടിച്ചിട്ടു, അവർ കടന്നു കളഞ്ഞു. പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് മറ്റാരോ അറിയിച്ചതനുസരിച്ച് ഫോർട്ട് പോലീസ് വന്ന ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. അപ്പോൾ ഫോർട്ട് പോലീസുമായി ബന്ധമില്ല, മറ്റേതോ പോലീസ് ടീമാണ് ഈ ഇടിച്ചിട്ടത് എന്ന തരത്തിൽ ആദ്യം ചില അഭിപ്രായങ്ങളൊക്കെ വന്നിരുന്നു. അത്തരം എന്തെങ്കിലും വാസ്തവമുണ്ടോ? അക്കാര്യത്തിലൊരു വ്യക്തത കൂടി വേണം. ഈ ഇടിച്ചിട്ട ആളുകൾ തന്നെയാണോ പിന്നീട് ആശുപത്രിയിലേക്കും എത്തിച്ചത്? ഒരു വാസ്തവവും ഇല്ല. ഇവരെ ഒരു വാസ്തവവും ഇല്ല. ഇവർ ഇടിച്ചിട്ടിട്ട് ഇവരെ മർദ്ദിച്ച ആൾക്കാരെ ഇവര് തന്നെയാണ് 108 ആംബുലൻസ് വിളിച്ച് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. അൺനോൺ ആയിട്ട് കിടക്കുകയായിരുന്നു. എന്നെ 4:30 മണിക്ക് വിളിച്ച് പറയുന്നത് ഞങ്ങളുടെ അവിടുത്തെ വാർഡ് മെമ്പർ, കല്ലറയിലുള്ള വാർഡ് മെമ്പർ ബാലചന്ദ്രൻ വക്കീലാണ് എന്നെ വിളിച്ച് പറയുന്നത്. ആ വക്കീൽ എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് എനിക്കറിയത്തില്ല. ഇതേപോലെ വിശാഖിന് അപകടം പറ്റി, കൂടെയുള്ള ആൾ ദിബിനാണോ എന്ന് എന്നോട് ഒന്ന് കൺഫേം ചെയ്യാൻ പറഞ്ഞിട്ട് മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലെ നമ്പർ എനിക്ക് തന്നു. ഞാൻ അവിടെ ലാൻഡ് ലൈനിൽ വിളിച്ചപ്പോൾ ഒരു പോലീസുകാരൻ്റെ വാട്സപ്പിലോട്ട് ദിബിൻ്റെ ഫോട്ടോ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഫോട്ടോ ഇട്ട് കൊടുത്തു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വിശാഖിൻ്റെ കൂടെയുള്ളത് ദിബിനാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ഞങ്ങൾ കല്ലറയിൽ നിന്ന് മെഡിക്കൽ കോളേജ് എത്തുമ്പോൾ എന്തായിരുന്നാലും 1.25-2 മണിക്കൂറാവും. അതുവരെ അൺനോൺ ആയിട്ട് കിടന്ന ഈ പേഷ്യൻസിന് എന്തെങ്കിലും പറ്റിപ്പോകൂലേ? അങ്ങനെ എൻ്റെ ബ്രദറിനെ ഞാൻ വിളിച്ച് പറഞ്ഞു. എൻ്റെ ബ്രദർ ഡ്രമ്മോസിൽ വർക്ക് ചെയ്യുകയാണ്. പുള്ളിക്കാരൻ ഷിഫ്റ്റായിരുന്നു, മോർണിംഗ് ഷിഫ്റ്റായിരുന്നു. കല്ലറ ഇവിടെ പട്ടത്തെത്തിയ സമയത്ത് എൻ്റെ ബ്രദറാണ് ആദ്യം ഇവിടെ ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ചേട്ടനെ ചികിത്സിക്കാനായിട്ട്. എൻ്റെ ചേട്ടൻ വന്നതിന് ശേഷമാണ് ദിബിനെ സർജിക്കൽ ICUലെ വെന്റിലേറ്ററിലോട്ട് മാറ്റുന്നത്. അതുവരെ ഇവിടെ അൺനോൺ ആയിട്ട് കിടക്കുകയായിരുന്നു. അതായത് ചാവുന്നെങ്കിൽ തലയ്ക്കാണ് ഇന്റേണൽ ബ്ലീഡിങ്, അപ്പോൾ കിടക്കുന്നെങ്കിൽ അവിടെ കിടന്ന് ചാവട്ടെന്ന് പറഞ്ഞ് എന്നെയാണ് ഈ പോലീസ് അദ്ദേഹന്മാർ ഇവിടെ കൊണ്ടിട്ടേക്കുന്നത്. ആശുപത്രിയിലും ഒരു മാനുഷിക പരിഗണന പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലേ? ഇവിടെ ആര് കൊണ്ട് എത്തിച്ചെന്ന് പോലും ഇവരും പറയുന്നില്ല. അൺനോൺ ആയിട്ട് വന്നു ആംബുലൻസിൽ. ഈ പറയുന്ന പോലീസുകാർ ഇപ്പൊ വാദിക്കുന്നുണ്ടല്ലോ, അവര് അപകടം ഇവിടെ ഈ പറയുന്ന സ്ഥലത്ത് അപകടം ഉണ്ടായത് അറിഞ്ഞിട്ട് അവരവിടെ നിന്ന് നാട്ടുകാരൻ കണ്ടോ വിളിച്ച് പറഞ്ഞ് അവരവിടെ എത്തി ആംബുലൻസ് കയറ്റി വിട്ടതാണെന്ന്. എന്നിട്ട് എവിടെ CCTV ദൃശ്യം? CCTV ദൃശ്യത്തിൽ ഒരു റോഡ്, ഒരു കാറ്, എവിടെ നിന്ന് ആംബുലൻസിന്റെ ലൈറ്റ് ഇങ്ങനെ ചിമ്മിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ പറയുന്ന CCTV ദൃശ്യം ഈ പോലീസുകാരുടെ. എങ്കിൽ പോലീസുകാർ വണ്ടിയിൽ കയറ്റി വിട്ട ദൃശ്യം കാണിച്ചു തരട്ടെ ആംബുലൻസിൽ, എങ്കിൽ വിശ്വസിക്കാം.
ചുമ്മാ അവിടെ അപകടം നടന്ന ദൃശ്യവും ഇല്ലേ? ഒന്നുമില്ലേ അവിടെ? അല്ല, ഒരു ദൃശ്യവും ഒരു ഫോട്ടോയും ഒക്കെ പോലീസ് പങ്കുവച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും കാണുന്നില്ല. ഒരു ലൈറ്റ് വെളിച്ചം കാണുന്നുണ്ട്, 1-2 വാഹനങ്ങളുടെ വെളിച്ചം കാണുന്നുണ്ട്. അവിടെ അപകടം പറ്റിയെന്നൊക്കെ നമ്മൾ ഊഹിച്ചെടുക്കണം. അതാണ് ആ ദൃശ്യത്തിൽ. അത് എവിടത്തെ ന്യായമാണ്? അത് എവിടത്തെ ഇതാണ്? ഊഹിച്ചെടുക്കണം. തെളിവാണ് വേണ്ടത്. അവർ തെളിവല്ലേ കാണിച്ചത്? അതിലെവിടെ? എന്ത് തെളിവ്? അതില് എന്ത് തെളിവിരിക്കുന്നു? അതില് ഇതൊന്നും പോലീസിനെ ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു തെളിവല്ല അത്. ഒരിക്കലുമല്ല. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് വ്യക്തവുമാണ്. പൊതുസമൂഹത്തെ സംബന്ധിച്ച് ഇനി അറിയേണ്ടത് ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്, ഇവരുടെ ഇപ്പോഴത്തെ പരിക്കിന്റെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം നേരത്തെ ശ്രീലക്ഷ്മി വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അത്രത്തോളം നെഞ്ചുപൊട്ടി സങ്കടത്തോടുകൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കേണ്ടത്. നീതി ഉണ്ടാകണം എന്ന ഉറച്ച ബോധ്യം ഞങ്ങൾക്കുമുണ്ട്. അതുകൊണ്ടാണ് മാതൃഭൂമി ന്യൂസ് ഈ വിഷയത്തിൽ ഇടപെട്ടതും നിങ്ങളുടെ ഉൾപ്പെടെ പ്രതികരണം നൽകുന്നതും ഇത് ചർച്ചയിലേക്ക് കൊണ്ടുവന്നതും. എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാകേണ്ടത്. അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? സാർ, എന്റെ ഭർത്താവിന് കൈയുടെ പൊട്ടലിൽ നിലവിൽ സർജറി ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ആകപ്പാടെ ഒരു അവയവം കൈയുടെ പൊട്ടലാണ്. ബാക്കി പൊട്ടലൊന്നും നമുക്കൊന്നും ചെയ്യത്തില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ആ കൈയുടെ പൊട്ടൽ പോലും പുള്ളിക്കാരന് സർജറി ചെയ്യാൻ പറ്റത്തില്ല. അനസ്തേഷ്യ കൊടുക്കുവാണെങ്കിൽ പുള്ളിക്കാരൻ കോമയിലായി പോവും. അപ്പൊ എന്തോന്നു, ഞാൻ ഒരു ജീവശവത്തിനെ പോലെ എന്റെ ഭർത്താവിനെ എന്റെ കൺമുന്നിൽ കണ്ടോണ്ടിരിക്കണോ? അത്രയ്ക്ക് ക്രൂരതയല്ലേ ഇവര് എന്റെ ഭർത്താവിനോട് കാണിച്ചത്? എന്റെ ഭർത്താവിനോടും കൂടെ ഒപ്പം ഉണ്ടായിരുന്ന അവന്റെ സുഹൃത്തിനോടും. അവന്റെ കാലിലെ ചിരട്ട അത്രയും പൊട്ടിയിട്ടുണ്ട്. ആ വിശാഖ് എന്ന് പറയുന്ന ആളുടെ ചവിട്ടി പൊട്ടിച്ചതാണ് അവര്. ചവിട്ടി. എന്തെങ്കിലും ഒരു മുറിവ് വേണ്ടേ കാലില്? ഈ പറയുന്ന പൊട്ടലിലൊക്കെ എവിടെ മുറിവിരിക്കണ്? ചെറിയ ഒരു ഡോട്ട് മുറിവ്. അതാണ് ഒരു ബാരിക്കേഡിൽ കൊണ്ട് ഇത്രയും വലിയ V3 എന്ന് പറയുന്ന ഒരു വണ്ടി കൊണ്ട് ഇടിച്ച് കയറുമ്പോ ഉണ്ടാകുന്ന മുറിവ്. അത്രയ്ക്ക് മണ്ടന്മാരല്ല ആരും, അത്രയ്ക്ക് മണ്ടന്മാരല്ല. നന്ദി ശ്രീലക്ഷ്മി. താങ്കൾ വലിയ വിഷമത്തിലുള്ള ഘട്ടമാണ്. അതേസമയം നീതി വേണം എന്നത് നമ്മുടെ ആകെ ആവശ്യവുമാണ്. പോലീസിന്റെ ഇപ്പോഴത്തെ റിപ്പോർട്ടൊക്കെ തിരുത്തപ്പെടുമെന്ന് നീതി വേണം. ഇത് സാധാരണ നമ്മൾ ഇതേപോലെ കേസുകൾ വരുമ്പോ കുറച്ച് നാള് പോലീസുകാരൊക്കെ ഇടപെട്ട് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കൊണ്ടെത്തിച്ചിട്ട് ലാസ്റ്റ് അങ്ങനെ അല്ലെന്നും പറഞ്ഞ് അങ്ങ് തള്ളിക്കളയും. പക്ഷെ ഇതങ്ങനെ തള്ളിക്കളയുമെങ്കിൽ ഞാൻ നോക്കും. ഇതങ്ങനെ തള്ളിക്കളയുമെങ്കിൽ ഈ പറയുന്ന ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഞാൻ വീണ്ടും പറയാണ്, ഞാൻ ആത്മഹത്യ ചെയ്യും. നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ കുറെ ആത്മഹത്യകൾ കണ്ടിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല. ഇതും അതേപോലെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ. പക്ഷെ എന്റെ ഭർത്താവിന് ഒരു ജീവശവമായിട്ട് എനിക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല.